നീക്കടാ, ഇങ്ങനെ നീക്കടാ. എടാ നീയൊക്കെ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. എടാ മക്കളെ, നിങ്ങക്ക് 10-30 വയസ്സില്ലേടാ. എടാ ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ? എടാ 10,000 പേരെ പഠിപ്പിച്ചൊരു അധ്യാപകനല്ലേ ഞാൻ. നിങ്ങൾ മാത്രം എന്താടാ ഇങ്ങനെ പിഴച്ചു പോയത്? എടാ നിന്നോട് കൂടെ പറയണം. എടാ നിന്റെ ഒപ്പം പഠിച്ചല്ലോടാ മാത്യൂസും ദേശീയം വിജയനൊക്കെ. അവരിന്നെ പഠിക്കണ അതേ സ്കൂളിലെ തന്നെ അധ്യാപകരാണ് അവര്. എടാ അവര് ഒരു മാസം വാങ്ങിക്കുന്ന ശമ്പളം എത്ര നിനക്കറിയാം? ഇവിടെ 25,000 രൂപ. അത്ര കിട്ടുമോ? അത്ര പേട്ടറിലേക്ക് അടിക്കും. എടാ അവരുടെ ശമ്പളം എന്താ ഇപ്പൊ ട്രഷറിയിൽ നിന്ന് ഞാൻ മേടിച്ചിട്ട് വരുന്ന വഴിയാണ് 25,000 രൂപ. എടാ മക്കളെ, അധ്വാനിച്ച് കിട്ടുന്ന പൈസ കയ്യിൽ വരുമ്പോ മുഖത്തും മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. അത് സന്തോഷം ഉണ്ടാകണമെങ്കിൽ പണിയെടുക്കണം. ഇപ്പൊ അതെ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം ചെയ്തു തരാം. 25,000 നീ അധ്വാനിച്ച പൈസ എന്ന് കരുതി മേടിച്ചേ ഒരു സന്തോഷം ഇല്ലേ? എന്താണ്ടും പോലെ നീ നിന്റെ പൈസ പറ്റിക്കേ, ശരിയല്ലേ? നീ അധ്വാനിച്ച പൈസ എന്ന് കരുതി ഇത് മേടിച്ചേ, ഇപ്പൊ മുഖത്തും മനസ്സും നല്ല സന്തോഷം ഇല്ലേ? അയ്യോ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ആ പൈസ ഇങ്ങനെ അയ്യോ 25,000 ഇങ്ങനെ. ഓ പോട്ടെ. ഒരു ഉപദേശം എപ്പോഴും ഇതേയുള്ള മാഷന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചില്ല. മേടിച്ചില്ലേ മാഷേ? കിടക്കുന്ന പുള്ളി എന്ത് ആട്ടോ കിടന്നു കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട. ഒരു കുഴപ്പമില്ല, നീ പോക്കലിട്ട് പ്രശ്നമോ? എന്ത് പ്രശ്നം ഗ്രഹണം നയിച്ചു ഞാൻ ക്ലാസ് ഇട്ടിട്ട് വന്ന വഴി ഇവനാ. ഇവനും അവനും ചേർന്ന് നിന്നപ്പോ അറിയാതെ പറ്റിപ്പോ. മൊബൈൽ ഫോണിൽ കയ്യിലുണ്ടോ? എന്റെ ഫോണിൽ പൈസ ഇല്ല, വീട്ടിലേക്കൊന്ന് വിളിക്കാൻ. കല്യാണം കഴിഞ്ഞ് 2 ദിവസമായിട്ടോ? ഹലോ മോളെ, ചേർന്നാടി. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വരത്തില്ല കേട്ടോ, ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോണം. മീൻ മേടിച്ചെന്നാ? അയ്യോ മീൻ വെട്ടരുത്, മീൻ വെട്ടിയാ നിന്റെ കൈ മുറിയും. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം മീൻ വെട്ടാനായിട്ട്. തുണിയാ? ഈ തുണിയൊക്കെ അലക്കുന്ന നടു കൊടുക്കത്തില്ലേ? അങ്ങോട്ട് മാറ്റിട്ടത് ചേട്ടൻ വൈകിട്ട് വന്നിട്ട് എല്ലാം അലക്കിക്കോളാം. ഓക്കെ കുഞ്ഞു സാർ, ഓക്കെ ചക്കര. എന്താണ് വിളിക്കുന്നത്? കൊണ്ടുവരാൻ നിന്ന അത് നല്ല കാര്യമാണ്. അപ്പൊ പിന്നെ ഞാൻ പോകട്ടെ. ഓക്കെ. പൈസ നോക്കണം, പൈസ നമുക്ക് ഈ പൈസ വെച്ച് എന്തെങ്കിലും പരിപാടി തുടങ്ങിയാലോ? തുടങ്ങാം, ഉടനടി തുടങ്ങാം. എന്ത് തുടങ്ങുമ്പോ തൽക്കാലം? എടാ എന്റെ 25,000 രൂപ പോയടാ. ഞാനപ്പോ തന്നെ വന്നായിരുന്നു. നീ 25,000 രൂപ നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നിന്റെ ഞാൻ പൈസ തന്നില്ല. എന്റെ 25,000 രൂപ ഈ പുള്ളിയെ ഇവിടെ വന്ന് 25,000 മേടിച്ച സന്തോഷായില്ലേ? സന്തോഷായില്ലേ? പുള്ളിയുടെ ഭാഗത്ത് നല്ല സന്തോഷം ഉണ്ടാ. നമ്മൾ ഈ കാശ് കാശ് കിട്ടിയാ പോകാൻ പോണത്. കാശ് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? സിനിമ പിടിച്ചാലോ? ഇത് പോണെന്ന് 25,000 രൂപ സിനിമ പിടിക്കാം. അയ്യോ 25,000 3 സിനിമ പിടിക്കാം. ലോ ബഡ്ജറ്റ് പടം. അതാകുമ്പോ ആരെങ്കിലും നായകനെ വെച്ച് ജയിച്ചിട്ടുണ്ടല്ല. പടം ക്ലിക്കായ കാശാണ്. ഇപ്പൊ മറ്റേ പയ്യനത്തോട് കൊടുക്കേണ്ടി വരും. ജാക്കി ചാൻ കോടികൾ കൊടുക്കണം. ഉള്ള സീഡിക്ക് 10 രൂപ ഉള്ളല്ലോ. മണ്ടത്തരം പറയല്ലേ, സിനിമൊന്നും വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഗോവയിൽ പോയാലോ? എന്തിനാണ്? ഗോലി കളിക്കാൻ. ഗോവയിൽ ഗോലി കളി ഉണ്ടോ? ഗോലികളിയുടെ സ്ഥലമാണ് ഗോവ. പണ്ട് ഭയങ്കര ഗോലി കളിയല്ലായിരുന്നു. അത് ഗോലി അടിച്ച് കളിച്ച് പിന്നെ ആളുകൾ പറഞ്ഞത് ഗോവയെന്നായതാ. എന്നാലും വേണ്ട, ഗോലി നമുക്ക് ഇവിടെ കളിച്ചാൽ മതി. ഞാൻ പറഞ്ഞേ, നമുക്ക് ഇന്ത്യ വിട്ട് പുറത്തു പോവാം. കറക്റ്റ്, നല്ല ഇല്ലേ? എവിടെ പോകും? കോയമ്പത്തൂർ പോയല്ലോ. അതാണ് വിഷയം. ഭൂതം വർത്തമാനം പറയും. മാറിയെന്ന് ഭൂതം വർത്തമാനം പറ. അതല്ല, നല്ല മുഖലക്ഷണമുണ്ട്. ഒരു കൈ തന്നാ പറയും, ഒരു കൈ തരൂ. പിന്നെന്താ എന്തൊക്കെയുണ്ട് വിശേഷം? ജാക്കറ്റല്ലേ ഞാൻ പറഞ്ഞത്? നല്ലൊരു കൈ തന്നു കഴിഞ്ഞാൽ 3 പേരുടെ നല്ല മുഖമാണ്. ഭാവി പറഞ്ഞു തരാൻ. ആയിക്കോട്ടെ. നല്ല ഐശ്വര്യമുള്ള ഒരു കൈ. ഐശ്വര്യമുള്ള കൈ. കൈ ഇങ്ങനെ പുറം തിരിച്ചല്ല കാണിക്കാൻ പറഞ്ഞത്, ഉള്ളം കൈ വെള്ള കൈയാണ് കാണിക്കാൻ പറഞ്ഞത്. നേരെയാണിത്. അകവും പുറം തിരിച്ചറിഞ്ഞോടല്ലേ ഞാൻ ഇവിടെ നോക്കാം. ഇത് നല്ലൊരു കൈ, നല്ലൊരു കൈയാ. കൈ തരാൻ പറഞ്ഞപ്പോ കപ്പ വിളിക്കാണ്. ഇത് അപ്പയല്ല കൈയാണ്. ഇതൊന്നുമല്ല, നല്ലൊരു കൈ, ഐശ്വര്യമുള്ള കൈ. ഐശ്വര്യമുള്ള നക്ഷത്ര ഫലങ്ങൾ 8 പൈസ. നല്ലൊരു മുഖശ്രീ കാണുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ ഞെട്ടുവോ? ഇല്ല. രാവിലെ ചാളക്കടിയാണല്ലേ കൂട്ടിയത്? അത് കണ്ടുപിടിച്ചു. ഭയങ്കര കഴിവാണ്. അതിന്റെ കഴിവൊന്നും വേണ്ട, അത് ഒപ്പിട്ട് കഴിയണം. ചാള കൂട്ടിയാ ഇവിടെ നിന്നോ കുറച്ച് കാശ് വന്ന് ചാടിയിട്ടുണ്ട്. ഇപ്പൊ സംഭവിച്ച സംഭവം ഓക്കെയാണ് കേട്ടാ. ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും ഞെട്ടുവോ? ഇല്ല. സിനിമ പിടിക്കാൻ ആഗ്രഹമുണ്ട്, അതും ജാക്കി ചാനെ വെച്ച്. അയ്യോ അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും, 1-2 വൺലൈൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ. ഗോവയിൽ പോവാ. ഗോലി കളിക്കാൻ ഭയങ്കര സംഭവം. കോയമ്പത്തൂർ പോകാൻ പാസ്പോർട്ട് ഇല്ല. ഇത് ചേട്ടൻ പറഞ്ഞ ഞങ്ങൾ ഇത് ഞാനല്ല പറയുന്നത്. ഈ
ലക്ഷണം പറയുന്നതാണ്. ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾ ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പൈസ കൊണ്ട് അടിച്ചു തീർക്കരുത്. ഇല്ല. ഒരു കാരണവശാലും അടിച്ചു തീർക്കില്ല. നിങ്ങളൊരു ചെറിയ സ്ഥാപനം അങ്ങോട്ട് തുടങ്ങുക. 25,000 കൊണ്ട് എന്ത് സ്ഥാപനം തുടങ്ങാൻ? ചെറിയൊരു പെട്ടിക്കടയിടാമല്ലോ. അത് കൊള്ളാം. വെട്ടിക്കണമെന്നല്ല ഇത്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. പെട്ടിക്കടയാണ്, പണമാണ്, ശ്രദ്ധിച്ചുപയോഗിക്കണം. ധാരാളിത്തം പാടില്ല. വെറുതെ പൈസ കളയരുത്. അപ്പൊ നക്ഷത്ര ഫലങ്ങൾ 7 പൈസ എന്റെ പറഞ്ഞിട്ട് കൊടുക്കണ്ട. ധാരാളിത്തം വേണ്ടെന്ന് പുള്ളി തന്നെയല്ലോ പറഞ്ഞത്. അപ്പൊ എനിക്കൊന്നും ഇല്ല. അയ്യോ വീണ്ടും കാണാം. എന്നെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ? എടാ എന്റെ 20,000 രൂപ നീയല്ലേ എടുത്തത്? എന്നെ ചതിച്ചു. ട്രഷറിയാണ്. ട്രഷറി ചതിച്ചു. ട്രഷറി ചതിച്ചു. ട്രഷറി ചതിച്ചു. 3 പേരും പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ. പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കണം. പിന്നെ പഠിപ്പിച്ച മാത്രം പോരാ, ശമ്പളവും വാങ്ങിക്കണം. 25,000 രൂപ. ഇല്ലെങ്കിൽ ട്രഷറി ചതിച്ചു. ട്രഷറി ചതിച്ചേ. പെട്ടിക്കടയെങ്കിൽ പെട്ടിക്കട. ഒരാഴ്ചക്ക് ശേഷം എല്ലാം ഓക്കെ ഉള്ള എല്ലാം ഓക്കെ. മറ്റേ സംഭവം ഉള്ളിനെ വിളിക്ക്. ആരെ? ഉള്ളിനെ വിളിക്ക്. മെമ്പർ ചന്ദ്രനെ. ചന്ദ്രനെ വിളി. പെട്ടെന്ന് വിളി. 10 മണിയായാലും എടാ ഉദ്ഘാടനം ചെയ്യണ്ടേ? വിളിക്ക്. ഹലോ ആ മെമ്പർ ചന്ദ്രൻ. 10 മണിയായി വരുന്നില്ലേ? ചന്ദ്രൻ ചതിച്ചടാ. അതെന്നാ പണി? നീ അല്ലേ ഏറ്റത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ചന്ദ്രന്റെ അടുത്താരാ ഉള്ളേ? പ്ലൂട്ടോയുടെ മൊബൈൽ നമ്പർ. അതാളല്ലേ ഗ്രഹമാണ് ചന്ദ്രന്റെ അടുത്ത്. എന്താ ഗ്രഹണം? നീ ഒന്ന് ചുമ്മാ ഇരി. മണ്ടത്തരം വിളിച്ചു പറയല്ലേ. അതെ, ചന്ദ്രന് ആരും ഒന്നും വേണ്ട. നമ്മൾ 3 പേരും തുടങ്ങിയതല്ലേ. നമ്മൾ തന്നെ ഉദ്ഘാടനം ചെയ്യും. നീ ഒരു ആശംസ പറഞ്ഞ രണ്ടു പേർക്ക് സംസാരിക്കണേ. പ്രിയമുള്ളവരാ, ഈ നാട്ടില് 3 ചെറുപ്പക്കാർ ചേർന്ന് നടത്തിയ അവരുടെ കഠിന അധ്വാനം കൊണ്ട് നടത്തുന്ന ഈ സൂപ്പർ മാർക്കറ്റ് മിസ്റ്റർ ഗ്രഹണൻ സാർ, നിന്റെ സാറേന്ന്, ദേവൻ സാർ, എന്നെ സാറേന്ന്, പിന്നെ ഞാൻ സാർ, അവനെ സാർ, അങ്ങനെ 3 സ്റ്റാർമാരും ചേർന്ന് നടത്തുന്ന സൂപ്പർ മാർക്കറ്റ് ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. അടുത്ത 2 വാക്ക് പറയുന്നതിനായി പ്രിയപ്പെട്ട പ്രൊഫസർ ഗ്രഹണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പ്രൊഫസർ പോയ പ്രിയമുള്ളവരെ, അപ്പൊ എന്നിൽ അർപ്പിച്ചിരുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതാണ്. അപ്പൊ ശരീരനായ വാസു സാർ, പരേതനായ ദേവൻ സാർ, ഇവർക്ക് 2 പേർക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മമ്മൂട്ടി സാറിനും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ദേവൻ സാറിനും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഐശ്വര്യമായിട്ടത് ഇവിടെ തന്നെ എന്താണ് കാണിച്ചത്? ചോര വന്ന് നല്ല ലക്ഷണവും. ലക്ഷണം നല്ല ഇനി കച്ചവടം പൊടി കൂടി. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ വല്ല ആൾക്കാർക്ക് നമ്മൾ മാന്യമായിട്ട് പെരുമാറാം. ഞാൻ കടക്കകത്ത് നിന്നോളാം. ഇത് കിടക്കുന്നത് ഞാൻ കണക്ക് എഴുതിക്കോളാം. ഈ കൈയും വെച്ചുണ്ടാ. അല്ല വേണ്ട, അവൻ തന്നെ എഴുതട്ടെ. എടാ, നമ്മൾ ഇവിടെ നിൽക്കുക. കച്ചവടം വരുമ്പോ അത് ക്യാൻവാസ് ചെയ്ത് പിടിക്കണം. അങ്ങനെ വേണോ? ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. പുതിയ കടയില്ലേ. ചേട്ടാ, മുന്തിരി ജ്യൂസ് ഉണ്ടോ? അയ്യോ, മുന്തിരി ജ്യൂസ് ഉണ്ട്. ഞാൻ 2 എണ്ണം. അതിനാരും വേറെ ആരും ഇല്ല. ഒരാളിപ്പോ വരും. ഇവിടെ കിടന്ന് പ്രസവിക്കാനുള്ള മട്ടം തോന്നുന്നു. അല്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ കൊച്ചിനപ്പം തന്നെ നീക്കി കൊടുക്കും. ചിലപ്പോ തണുപ്പ് കൊടുക്കുന്നതല്ലായിരിക്കും. ഇപ്പൊ എടുക്കട്ടെ ചേച്ചി. ഇല്ല, ഞാൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ദേ, ചേച്ചി ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ദേ, ചേച്ചി 2 ജ്യൂസ് ഓർഡർ ചെയ്ത്. ജ്യൂസിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, വേണം. ഈ ടൈമിൽ ജ്യൂസ് കുടിക്കണം. ചേച്ചിക്ക് ഭയങ്കര വിളർച്ചയുണ്ട്. രക്തക്കുറവിന്റെ ആണത്. 2 ജ്യൂസ് എടുത്തോ. ജ്യൂസ് എടുക്ക് വേഗം. എന്തേ ഇവിടെ മിക്സ് മാത്രമേ ഉള്ളൂ, കറണ്ടില്ല. ഒരു കാര്യം ചെയ്യും, നീ കൈകൊണ്ട് കുഴക്ക്, മിക്സിയുടെ മുറിച്ച് കിട്ടുള്ളാം. എന്തെങ്കിലും ചെയ്യും. കച്ചവടങ്ങളല്ലേ കഴിഞ്ഞിട്ടാണ്. പുതിയ കടയാണല്ലേ? എന്താടാ എന്താണ് സംസാരിക്കണം? പുതിയത് ഇറങ്ങിയതാ, ലേറ്റസ്റ്റ് മോഡൽ. പെട്ടെന്നാവട്ടെ, നാണം. എന്താണ് കാണിക്കുന്നത്? എന്താണ് കാണിക്കുന്നത്? കറണ്ട് കിട്ടിയിട്ടില്ല. അപ്പൊ മുന്തിരി കുഴക്കാണ്. എന്തായാലും നിങ്ങൾക്ക് ചാറ് കിട്ടിയാ മതി. അയ്യോ, വേണ്ട വേണ്ട എന്ത് വൃത്തികളാണ് ഈ കാണിക്കുന്നത്? ഞങ്ങൾക്കൊന്നും വേണ്ട പെടുത്താനും. അല്ല, പോലെ ഒരു കൈനീട്ട കച്ചവടം. കൈനീട്ടം. ചേച്ചിക്കൊരു നല്ല ഒരു സർവത്ത് എടുക്കാം, മധുരം കൂട്ടി. ഷുഗറാണ്. അയ്യോ, ഷുഗറാണ്. ഉപ്പ് സോറ കൊടുക്കും. ആ ചേട്ടന് നല്ല വൃത്തിയിലെടുക്കോ? വൃത്തിയിൽ വൃത്തിയിലുണ്ടെങ്കിൽ നിർത്തും. അതെ, മുന്തിരി ജ്യൂസ് പാടിപ്പോയി കുഴപ്പമില്ല. ഇതൊക്കെ ഇതൊക്കെ മതി. എടുത്തോ. വേഗാവട്ടെ. ആയിക്കോട്ടെ. പേരടി നല്ല കച്ചവടം കേട്ടാ. ചേട്ടൻ ഐശ്വര്യത്തോടെ കൈനീട്ട് ഒഴിക്കണം. ധാരണമുണ്ട്.
ഐശ്വര്യേട്ട അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. ഞാൻ തൊടൂല. അതെന്താ? നാരങ്ങല്ല, എന്നെ പട്ടി അടിച്ചതാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ എനിക്കും വേണ്ട. അങ്ങനെ എനിക്കും വേണ്ട. എന്താ എന്നെ പട്ടി എടുത്തതാണ്? അയ്യോ, ചേട്ടനെ ഏത് പട്ടി അടിച്ചത്? ആൺപട്ടി. അയ്യോ, അത് കുഴപ്പമില്ല, പെൺപട്ടി അടിച്ചാലേ പ്രശ്നമുള്ളൂ. എന്ത് പറഞ്ഞാലും ശരി, ഈ വൃത്തികെട്ട കടത്താണെന്ന് എനിക്ക് വേണ്ട. എന്റെ പൊന്നുമോളെ വന്നേ. പോലെ കൈ വേണ്ട, വേണ്ട, ഓട്ടോ. ഓ നീട്ടാ പട്ടി കടിച്ചെന്ന് പറഞ്ഞ പിന്നെ പട്ടി കടിച്ചതിന് മാൻ കടിച്ചെന്ന് പറയാൻ പറ്റും. ഇടുവായി എവിടെ എഴുന്നള്ളിക്കും? ആദ്യത്തെ കൈനീട്ട കച്ചവടം വരുന്നത് ഇത്ര നേരം വായിട്ടലച്ചല്ലേ ആ വെള്ളം വിടുക. അത് ദേഷ്യം വന്നപ്പോ ഞാൻ കുടിച്ചു. അതെ, അത് കുടിച്ചു. ചേട്ടാ, ആപ്പിളുണ്ടോ? ആപ്പിളുണ്ട്. ഒരു കിലോ ആപ്പിൾ എടുത്തോ. ആപ്പിൾ എടുക്കാം. ചേട്ടാ അന്നേ എങ്ങോട്ടാണ് ധൃതി പിടിച്ച്? ഹോസ്പിറ്റൽ വരെ പോകണേ. അയ്യോ, എന്ത് പറ്റി? നമ്മളെ വല്യമ്മച്ചില്ലേ, ചിക്കൻ കുനിയെ പിടിച്ച് ആകെ മാതാക്കി ആശുപത്രി കിടക്കുക. ആണല്ലേ? അത് ആരാ ആശുപത്രിയിൽ ആരാന്ന്? വല്യമ്മച്ചി. വലിയ മനുഷ്യ മാതള നാരങ്ങ അല്ല, വല്യമ്മച്ചി മറിയാമ. അതല്ല, മാതള നാരങ്ങ കൊടുക്കുന്നത് നല്ലതാ. നല്ലതാണോ? ഹോസ്പിറ്റലിൽ കിടക്കണം. 2 കിലോ എടുക്കാല്ലേ? എടുത്തോ, പിന്നെ ചേട്ടാ ഈ ഹോസ്പിറ്റലിൽ കിടക്കണവർക്ക് ചായയിൽ മുക്കി കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ബ്രെഡ്. അത് നല്ലതാണ്. എടാ, ഒരു 3 പാക്കറ്റ് ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്ത്. പിന്നെ ഈ ചിക്കൻ കുഞ്ഞക്കാർക്ക് റിസ്ക് ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് റസ്ക്. നല്ല കാര്യ. ഈ ചവണ പോലെ ഇതിന്റെ ഇടയിൽ വെച്ച് കട്ടൻ ചായ. അത് തന്നെ എടുത്തോ. മോനെ സാധനം എടുക്ക്. ഒരു മിനിറ്റ്. എത്ര രൂപ കച്ചവടം? ഹലോ, 10,500 രൂപയുടെ കച്ചവടം. എപ്പോ പോയോ? ഉണ്ടല്ലേ? ഹോസ്പിറ്റലിൽ കിടക്കണ വല്യമ്മച്ചില്ലേ, പോയി. മരിച്ചുപോയിന്ന്. ഓറഞ്ച് ബ്രെഡൊക്കെ ഉണ്ട്. മരണ വീട്ടിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകും. എടാ, മരിച്ചവന് ഇനി എന്നാത്തിനാണോ ഇതൊക്കെ? ഇത് നിങ്ങൾ തന്നെ നിന്നോ. എന്നെ വല്യമ്മച്ചി. എന്തോ അതും പോയില്ല. കൈനീട്ടം പറ്റില്ല. കൂട്ടോ പറഞ്ഞു അതോട്ടെ. അതെ, നിനക്കൊരു ഐശ്വര്യമില്ല, അതുകൊണ്ടാണ് കച്ചവടം നടക്കാത്തത്. ഞാൻ അങ്ങനെ പറഞ്ഞു. 2 കച്ചവടം പാളിപ്പോയില്ലേ? ഞാൻ വിറ്റ് കാണിച്ചേരാ. നീ കയറി. ഞാൻ കച്ചവടം ഉണ്ടാക്കി കാണിച്ചേ. അയ്യോ സാറ്, സാറേ ഞങ്ങള് പുതിയൊരു കടയൊക്കെ തുടങ്ങിയിട്ടാ. ഒരാഴ്ച ഇല്ലായിരുന്നു. ഫോൺ വേണ്ട, ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. രാജാക്കണ്ണിനെ പറയുന്ന ഗുണ്ടേനെ പിടിക്കാൻ ഞാൻ തമിഴ്നാട്ടിൽ പോയിരിക്കുമായിരുന്നു. എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടല്ല, വെട്ടിക്കടയൊക്കെ ഇട്ട്. അടിപൊളി കച്ചവടം. എങ്ങനെയുണ്ട്? കച്ചവടം ഒന്നും കൈനീട്ടം പറ്റിട്ടില്ല. കൈനീട്ടം കിട്ടിയിട്ടില്ലേ? സാറൊന്ന് ഞങ്ങൾക്ക് ഒരു കൈനീട്ടം. നിങ്ങൾക്ക് അഭിമാനിക്കാം, ഒരു പോലീസുകാരനാണ് കൈനീട്ടം തന്നത് പറയാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച ഞാൻ വീട്ടിലില്ലായിരുന്നു. ഒരു 2 ബാർ 501 സോപ്പ് എടുത്തു. ഒരാഴ്ചത്തേക്ക് അലക്കാൻ വേണ്ടി. ആ സോപ്പ് എടുത്തിട്ടുണ്ടോ? പിന്നെ ഒരു പാക്കറ്റ് സീരിയല്. തീരില്ല, പടത്തിന്റെ 1-2 ഓൺലൈൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അലക്കാൻ എടുത്ത് കളഞ്ഞ് ശരിയാകത്തില്ല, പത ഉണ്ടാകത്തില്ല. സീരിയലാകുമ്പോ നല്ല പത ഉണ്ടാവും. അത് ഏരിയയില് ഇല്ലാത്ത സ്ഥാനത്തിന്റെ പേരൊക്കെ മാറ്റിയല്ലേ. എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് സിഗരറ്റ് കൂടി എടുത്തു. സാറേ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഞാൻ കത്തിച്ചേരാട്ടോ സാറേ. നീ ഇങ്ങനെ കത്തിച്ചു കൊടുക്കുന്നത്? കച്ചവടം പിടിക്കുന്ന ടെക്നിക്ക് ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പ്. അയ്യോ, എന്റെ ദൈവമേ, എന്റെ കണ്ണും പോയി. ഐശ്വര്യത്തോടെ കടയിൽ കയറിയതാ, കൈനീട്ടി കിട്ടി. അതെ, നിങ്ങൾ 2 പേരും ശ്രമിച്ചല്ല കൈനീട്ടം മേടിക്കാൻ. നടന്നില്ലല്ലോ. ഇല്ല. ഇപ്പൊ നമ്മൾ ഈ ബാക്കി കൊടുത്ത മൊത്തം പൈസ കഴിഞ്ഞിട്ട് 50 രൂപ ബാലൻസ് ഉണ്ട്. 25,000 രൂപ ബാലൻസിന് 50 രൂപ. 50 രൂപ ഇത്ര സാധനം മേടിച്ചില്ലേ? അപ്പൊ ഞാൻ കൈനീട്ടം മേടിച്ചേ. ഇപ്പൊ നിങ്ങളവിടെ മാറുന്നേ. നീ കയറി കടയിൽ നടത്തി. എന്തേ കാണിക്കണത്? ഒരു പാക്കറ്റ് വിൽസ്. ആരാണത്? ഒരു വഴി നോക്കണ. നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് കൈനീട്ടം തരാൻ വന്ന. അതുകൊണ്ടാണ് കത്തിച്ചേരാം. വേണ്ട, ഞാനിപ്പോ കണ്ടതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൈനീട്ടം കിട്ടിയ? നീ അടിപൊളിയാണ്. അതാ പറഞ്ഞത്, ഇപ്പൊ കൈനീട്ടം കിട്ടിയല്ല. ഞാനിവിടെ ഇപ്പൊ വരേട്ടാ. നീ കയറി. കച്ചവടം നടക്കട്ടെ. എങ്ങനെ നോമേ മനസ്സിലായോ? തീരുമാനമില്ലത്തെ കുത്തുന്ന പൂരി ആണോ? ഒരു 50 രൂപയ്ക്ക് സാധനങ്ങൾ ഇങ്ങോട്ട് എടുക്കുക. എന്താ വേണ്ടത്? ചന്ദനത്തിരി, സാമ്പ്രാണി, ഒരു ഇറച്ചി മസാല, വൈകിട്ടൊരു പൂജയുണ്ടേ. ഇപ്പൊ കച്ചവടം പൊടി പിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്യണ്ടായിരുന്നിട്ടാ. നമ്മ ഉദ്ദേശിച്ച പോലെയല്ല സംഭവം. അയ്യോടാ, ഞാനൊരു കാര്യം വെറുതെ പറ്റില്ല തന്നെ. മൂത്രമൊഴിക്കാൻ പോണ നീ കറക്റ്റ്. ആളുകൾ വരുമ്പോ ഇതുപോലെ ചാടിച്ചാടി നിന്നാ മതി. ആണാ? അല്ല, പുതിയ കടയൊക്കെ തുടങ്ങിയെന്ന് നമ്മൾ അറിഞ്ഞി. നിനക്കെന്ത് പറ്റി? ഒരു 50 രൂപ എന്തെങ്കിലും തന്നെ. എന്തായാലും മതിയാ? എന്തെങ്കിലും മതി. നമ്മുടെ കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ ചെയ്യണ ഒരു ടെക്നിക്കാണ്. ഞാൻ എടുത്തോ.
എങ്ങനെയുണ്ട്? ബാക്കി വേണ്ടേ? ഇതൊന്നും വേണ്ട. എങ്ങനെയുണ്ട് സംഭവം? ഇപ്പൊ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. നമ്മൾ 3 പേര് കറക്റ്റായിട്ട് ചാടി ചാടി നിന്നാ മതി. അതെ. ഇതുപോലത്തെ ഒരു 2 കടയും കൂടി. ചേട്ടാ ഒരു സോഡ. സോഡയൊന്നുമില്ല. എന്താ പിന്നെ പോരാ സോഡയൊന്നുമില്ല ഇവിടെ. ഓ എടാ സോഡ ഉണ്ടല്ലോ കൊടുക്കാൻ പാടില്ലേ? എടാ ഇവിടെ നമുക്ക് ഉഗ്രം കച്ചവടം നടപ്പുണ്ട്. പിന്നെ എന്തിനാ പുറത്തൊരു കച്ചവടം? അതാണ് നമ്മളെന്തിനാ പുറത്തു അത് മതി. അപ്പോഴേ നമ്മളിപ്പോ എത്ര രൂപയുടെ കച്ചവടം നടത്തി ഇവിടെ? 150 രൂപ. 150. 50 രൂപ ഉള്ളതായിരുന്നു അതിനകത്ത്. അതെന്നാ വർത്താനത്? 50 രൂപ ഉണ്ടായത്. ഇവിടെ 50 രൂപ. ഞാൻ അവിടെ വന്നിട്ട് ഒരു പാക്കറ്റ് മീൽസ് 50 രൂപ തന്നാ. 50 രൂപ ഉണ്ടല്ലോ ഇത്. മറ്റേ 50 രൂപ എടാ ഞാൻ വന്ന അവിടെ മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്ന വന്നു. വന്നിട്ട് 50 രൂപ നിന്റെ അടുത്ത് തന്നിട്ട് ഞാൻ 50 രൂപ സാധനം മേടിച്ചാ. അതിനുശേഷം കാക്ക വന്ന് മേടിച്ചിട്ട് ഏത് കാക്ക? നമ്മള് നീ വന്നത് 50 രൂപ. അപ്പൊ ഇത് സംഭവം പിന്നെ ബസ് കാശ് ഒതുക്കല്ലേ? അയ്യേ ഞാൻ ഇങ്ങോട്ട് പോയേ. ഇത് എങ്ങനെ കാശ് പോയി അവിടെ പോയി? അടിപ്പണി നടന്നിട്ടുണ്ട് ഇവിടെ. ആരാ വെട്ടി കഴിക്കുമായിരുന്നു? ആരാ വെട്ടി കഴിക്കുമായിരുന്നു? ഫലീഭൂതം വർത്തമാനം. കടയിട്ടു ഐശ്വര്യമായി. അതെ, അതെ. കച്ചവടമൊക്കെ നടക്കുന്നില്ലേ? കച്ചവടം നടന്നു. പക്ഷെ 150 രൂപ കച്ചവടം നടന്നു. പെട്ടിയിൽ 50 രൂപ ഉള്ളൂ. വിറ്റങ്ങൾ കാണുന്നു. എന്താണ്? കടയ്ക്ക് നല്ലൊരു പേരില്ല. കടയ്ക്ക് നല്ലൊരു പേരില്ല, അതാണ് വിറ്റം. ഈ കടക്ക കട നോക്കി പേരിടരുത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആർക്കെ സ്റ്റോഴ്സ്, ആർച്ചാ സ്റ്റോഴ്സ്. ഇപ്പൊ സ്റ്റോഴ്സിലാണ് കാര്യം. നിങ്ങളൊരു പേരിടോ. പേരിട്ടാ കറക്റ്റായിട്ട് കച്ചവടം നടക്കും. അപ്പൊ എനിക്ക് ദക്ഷിണ. ഞങ്ങളിപ്പോഴും ദൂർത്തരിയില്ല. ഇതൊന്നും ഞാൻ പറയണല്ല, ശാസ്ത്രം പറയുന്നതാണ്. ഇത് യാത്ര പറയണല്ല, ഞങ്ങൾ പറയണ ഒന്നുമില്ല. ഭൂതങ്ങളെ എന്റെയൊക്കെ ഭാര്യ ഉണ്ടല്ലോ, വർത്താനം കൊണ്ട് പുള്ളി പറഞ്ഞിട്ട് കാര്യം ന്യായമുണ്ട് പുള്ളി പറഞ്ഞ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു പേര് വേണ്ടേ? നിനക്ക് വല്ല പേര് കിട്ടിയ? പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐഡിയയും കേരളത്തിൽ ഇരിക്കാനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഒന്ന് പ്രസ് ചെയ്താൻ പറയാം. പറയടാ. എന്ന് നിർബന്ധിക്കാൻ അത്ര മതി. ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള പേരാണ്. പറഞ്ഞോ. ഗ്രഹണ സ്റ്റോർ. ചന്ദ്രനിലെ പെട്ടിക്കട തുടങ്ങുമ്പോൾ നമുക്ക് ആ പേരിടാം. ഗ്രഹണൻ സ്റ്റോഴ്സ്. വാസു സ്റ്റോഴ്സ്. തുപ്പലറ. വാസു സ്റ്റോഴ്സ്. അത് വേണ്ട. അത് പറയുമ്പോ തന്നെ ആൾക്കാർ കടയിൽ നിന്ന് ഓടിക്കളയും. ദേവൻ സ്റ്റോഴ്സ്. അത് ദേവലോകത്ത് കടയിടുമ്പോൾ ഇടാം. അതൊന്നും വേണ്ട. ഗ്രഹണ സ്റ്റോഴ്സ് അടിപൊളിയാണ്. എടാ അത് കൊള്ളൂരടാ, പേര് കൊള്ളൂല. ആ പേരെന്താ കുഴപ്പം? ഇനി നീ അത് പറയണ്ട. പിന്നെ വാസുദേവ സ്റ്റോഴ്സ് നല്ല പേരാണ്. അപ്പൊ എന്റെ പേരോടെ നീയാണ് സ്റ്റോഴ്സ്. അത് ശരിയാവൂല. അതാരാ? ഗ്രഹണ സ്റ്റോഴ്സ്. അത് മതി. അത് വേണ്ടെന്ന് ശരിയാവൂല എന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. വാസുദേവ ദേവന്റെ ഗ്രഹണന്റെ ഇതിട്ടിട്ട് ഒരു പേരങ്ങൾ ഇടാം. അടിപൊളി. അപ്പൊ എങ്ങനെ വരും? അത് കൂട്ടി വായിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും പറ്റില്ല. ഗ്രഹണ സ്റ്റോഴ്സ് വെച്ചാൽ ഞാൻ പറയാം. എന്റെ അച്ഛന്റെ അമ്മയുടെ പേരിടാം. ശിവപാർവതി സ്റ്റോഴ്സ്. അത് കടക്ക് പറ്റിയ പേരല്ല. പിന്നെ ഏതെങ്കിലും ബാല ട്രൂപ്പിന്റെ പുതിയ ബാലഗ്രാം പറ്റിയ പേരാ. അതൊന്നും വേണ്ട. ഗ്രഹണ സ്റ്റോഴ്സ് മതി ഇവിടെ. ഗ്രഹണ സ്റ്റോഴ്സ് വേണ്ട. അത് വേണ്ടാത്ത എന്താ? ദേവൻ സ്റ്റോഴ്സ് അല്ല, ഗ്രഹണ സ്റ്റോഴ്സ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കല്ലേ പൈസ കിട്ടിയത്? ഉണ്ടോ? അപ്പൊ എന്റെ പേര് കിടക്കണം. അത് പറ്റില്ല. ദേവൻ സ്റ്റോഴ്സ്. പോലീസ് വന്നപ്പോ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്താൽ അത് ഞാൻ കണ്ടത് ഇവനെ ഓടിക്കളഞ്ഞത്. ഞാനത് ഗ്രഹണ സ്റ്റോഴ്സിന് ഇഷ്ടം ഇട്ടാ മതി. അല്ല അത് ഗ്രഹണ സ്റ്റോഴ്സിന്റെ കേസും പറഞ്ഞു. വാസു സ്റ്റോഴ്സ് വേണ്ട. വാസു സ്റ്റോഴ്സിന് വേണ്ട. മമ്മൂട്ടി ഞാനും ബാബു തമ്മിൽ ഉറപ്പിച്ചോ? അങ്ങനെ വന്നിട്ട് ഗ്രഹണ സ്റ്റോഴ്സ് മതി എന്ന് പറയാം. ഗ്രഹണ സ്റ്റോഴ്സില് സ്റ്റോഴ്സ് ഓഫ് ദേവൻ. അത് മതി. ദേവൻ സ്റ്റോഴ്സ്. ഒരു കാര്യം ചെയ്യും. നിങ്ങൾ നടത്തിക്കോ. മനു എനിക്ക് ഇടാ. നിനക്കല്ല പൈസ കിട്ടി. ദേവൻ സ്റ്റോഴ്സ് വന്നിട്ട് നീ നടത്തിക്കും. ഞാനും ഉണ്ടാടാ. ഈ കട ഇനി എന്ത് നടത്താനാണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളെ കൊണ്ട് പണിയെടുത്ത് തിന്നാനാ കട നടത്താനൊന്നും പറ്റൂല. നമുക്ക് പറ്റിയ പണിയാണ്. നീ എനിക്ക് കളിക്ക വാ. അതെ, കഴിഞ്ഞ ആഴ്ചത്തെ 3 അടി ബാക്കിയുണ്ട്. കൈവത്തെ 3 അടി ബാക്കിയുണ്ട്. One, two, three. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, തൊഴിലില്ലായ്മയല്ല തൊഴിലെടുക്കുവാനുള്ള മടിയാണ് നമ്മുടെ നാടിന്റെ ശാപമെന്ന്. ഇങ്ങനെ പോയാൽ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ദൈവത്തിന് പോലും രക്ഷിക്കും.